നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം നഗരസഭയിൽ UDF കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കുന്നതിലും നഗരസഭയിലെ ഭരണ നേതൃത്വത്തിന്റെ അഴിമതിയിലും പ്രതിഷേധം. രണ്ടാം ദിവസവും UDF സമരം നടത്തി. കായംകുളം നഗരസഭയിൽ നടന്ന മരമുറി അഴിമതിക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് M. ലിജു. നഗരസഭയിലെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ലിജു. പെരുന്നാൾ കാലത്തെ ലോക്ഡൌൺ ഇളവ് ദുരുപയോഗം ചെയ്താൽ കർശന നടപടി. നിയന്ത്രണ ഇളവ് വ്യാപാരികളും പൊതുജനങ്ങളും ജാഗ്രതയോടെ ഉപയോഗിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി. ജില്ലയിൽ തിങ്കളാഴ്ച 613 പേർക്ക് കോവിഡ്, 605 പേർ രോഗമുക്തരായി. രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വാർത്തകൾ വിശദമായി. കായംകുളം നഗരസഭയിലെ 13 UDF കൗൺസിലർമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും റിലേ സത്യാഗ്രഹം നടത്തി. DCC പ്രസിഡന്റ് M. ലിജു സമരം ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിലെ 13 UDF കൗൺസിലർമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ രണ്ടാം ദിവസവും റിലേ സത്യാഗ്രഹം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകളെ അടിച്ചുവിടുന്നതിന് ഈ ഗവൺമെന്റ് യാതൊരു പ്രശ്നമില്ല. നൂറുകണക്കിന് ആളുകളെ പാർട്ടി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു 43 കൗൺസിലർമാർ, 44 കൗൺസിലർമാർ സാമൂഹ്യ അകലം പാലിച്ച് ഇവിടെ യോഗം കൂടി പ്രശ്നം ചർച്ച ചെയ്യുന്നത്. എന്താണ് പ്രശ്നം, എന്താണ് കുഴപ്പം, എന്താണ് ഈ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ നേരിട്ട് യോഗം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി അത് നടത്താതിരിക്കുന്നത് തന്നെ അങ്ങേറ്റം തെറ്റായ പ്രവൃത്തിയാണ്. CS ഭാഷ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ത്രിവിക്രമൻ തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറിമാരായ E. സമീർ, N. രവി, H. ബഷീർകുട്ടി, A. ഇർഷാദ്, K. രാജേന്ദ്രൻ, ചേലക്കാട് രാധാകൃഷ്ണൻ, ഹരിത ബാബു, UDF കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം കള്ളത്തരങ്ങളും കൊള്ളയും കൊലപാതകവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു അന്തസ്സും ഒരു മാന്യതയുമില്ലാത്ത ഒരു കൗൺസിലർ എന്ന ബഹുമതി പോലും ഇല്ലാത്ത ഈ ചെയർപേഴ്സൺ അവരുടെ സഹപ്രവർത്തകരായ ഞങ്ങൾ 13 പേരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്ന അനധികൃത മരം വെട്ട്, വാക്സിനേഷനിലെ കുഴപ്പങ്ങൾ, ഈ ഒരു വനിതാ കൗൺസിലറെ പീഡിപ്പിച്ച ഒരു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയുള്ള വിഷയം, ഇതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അവർ ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്ത് ഞങ്ങളുടെ കൈയും കാലും കെട്ടിയിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കായംകുളം. വടക്കൻ കേരളത്തിൽ നടന്ന മുട്ടിൽ മരമുറിയേക്കാൾ ഭീകരമായ രീതിയിലാണ് കായംകുളം നഗരസഭയിലെ പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി ചെയർപേഴ്സണും വൈസ് ചെയർമാനും മറച്ചു വിൽക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. കായംകുളം നഗരസഭയിലെ UDF കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മരമുറി കേസിൽ പരാതിയുമായി UDF മുന്നോട്ടു പോകും. മോഷണ കേസിൽ നഗരസഭ ഭരണ നേതൃത്വം അകത്തുപോകുമെന്നും അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും ലിജു പറഞ്ഞു. വടക്കൻ കേരളത്തിൽ നടന്ന മുട്ടിൽ മരമുറിയേക്കാൾ ഭീകരമായ രീതിയിലാണ് കായംകുളം നഗരസഭയിലെ പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും മറിച്ചു വിറ്റതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. യാതൊരു ടെൻഡറും ഇല്ലാതെ വലിയ ആഞ്ഞിലിയും അതുപോലെയുള്ള വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ സർക്കാരിൻ്റെ അനുമതിയില്ല, ടെൻഡറില്ല, ഈ മുനിസിപ്പാലിറ്റി അഴിമതിയിലൂടെ വെട്ടിമാറ്റി. അതിൻ്റെ ഗുണഭോക്താക്കൾ CPMൻ്റെ നേതാക്കന്മാരും അതുപോലെ അഴിമതിക്കാരായ മരമുറിക്കാരുമാണ്. ഈ ഒരു സംഭവത്തോടു കൂടി കായംകുളം മരമുറി മുട്ടിൽ മരമുറി പോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ 13 UDF കൗൺസിലർമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് UDF നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലിജു. മരമുറി കേസിൽ പരാതിയുമായി UDF മുന്നോട്ടു പോകും.
മോഷണ കേസിൽ നഗരഭരണ നേതൃത്വം അകത്തുപോകുമെന്നും ലിജു പറഞ്ഞു. UDF തീർച്ചയായിട്ടും ഈ വിഷയം വിജിലൻസ് കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായി മുന്നോട്ട് പോകും. മരം മുറിച്ചെടുത്ത് കടത്താൻ ശ്രമിച്ച മുനിസിപ്പൽ ഭരണാധികാരികൾ ഉൾപ്പെടെ മോഷണ കേസിൽ ഉൾപ്പെടെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം തന്നെ വേണം. നഗരസഭയുടെ പൊതുലേലങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ തുക കുറച്ച് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇഷ്ടക്കാർക്ക് കൊടുക്കുവാൻ ഫയലിൽ മുൻകൂർ അനുമതി എഴുതിയത് അഴിമതി നടത്താനാണ്. തന്റെ സഹപ്രവർത്തകയായ വനിതാ കൗൺസിലറോട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി പോലും അന്വേഷിക്കാതെ നഗരസഭാ ചെയർപേഴ്സൺ തള്ളിക്കളഞ്ഞതിന്റെ പിന്നിൽ അഴിമതിയുണ്ടെന്നും ലിജു പറഞ്ഞു. ശക്തമായി തന്നെ നേരിടും, ഒരു സംശയവും വേണ്ട. ഇതൊരു കോംപ്രമൈസിൻ്റെയും ആവശ്യമില്ല. ഞങ്ങൾ ഈ കേസിനെ നേരിടും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ ഈ കായംകുളത്തുൾപ്പെടെ നിരവധി ജയിൽ നിറയ്ക്കുന്ന സമരങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാമെന്ന് കരുതണ്ട. നഗരസഭാ കൗൺസിലർമാർക്ക് സെക്രട്ടറിയെയും ചെയർപേഴ്സണെയും ഉപരോധിക്കുവാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുവാനും അവകാശമുണ്ട്. അഴിമതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ കൗൺസിലർമാരെ കള്ളക്കേസ് കൊടുത്ത് വായടിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇത് നടപ്പാകാൻ പോകുന്നില്ലെന്നും അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുമെന്നും ലിജു പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭയിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ കൗൺസിലർമാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. കായംകുളം നഗരസഭയിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത സംഭവത്തിൽ 13 കൗൺസിലർമാർ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തതടക്കമുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത്. കായംകുളം നഗരസഭയിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ UDF കൗൺസിലർമാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. കായംകുളം നഗരസഭയിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമതി കേസെടുത്ത സാഹചര്യത്തിൽ 13 കൗൺസിലർമാർ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. വനിതാ ജീവനക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 15-ന് നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിൽ കടന്നുകയറിയ UDF അംഗങ്ങൾ കൗൺസിലിലെ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തെന്നാണ് പരാതി. അനധികൃത മരം വെട്ട്, UDFിലെ ഒരു വനിതാ കൗൺസിലറോട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ മോശമായി പെരുമാറിയ സംഭവം, കോവിഡ് വാക്സിനേഷനിലെ ക്രമക്കേട് എന്നിവ ഓൺലൈൻ കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ചെയർപേഴ്സൺ നിരാകരിച്ചതോടെയാണ് UDF അംഗങ്ങൾ ചേംബറിൽ കടന്നുകയറിയതെന്നും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ചില കൗൺസിലർമാർ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ മരുമകളുമായി ആശുപത്രിയിൽ പോയിരുന്ന ഒരു കൗൺസിലറായ ഗീത ആനന്ദരാജനെ പ്രതി ചേർത്തുവെന്നും UDF ആരോപിക്കുന്നു. CDNet ന്യൂസ്, കായംകുളം. കേരള പ്രവാസി ഫെഡറേഷൻ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടുക, കോവിഡ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്കുള്ള പ്രവേശന വിലക്ക് പിൻവലിക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള പ്രവാസി ഫെഡറേഷൻ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് പിൻവലിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇടപെടുക, കോവിഡ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്കുള്ള പ്രവേശന വിലക്ക് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. കേരള പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം AK സജു ഉദ്ഘാടനം ചെയ്തു. Y റഷീദ് അധ്യക്ഷത വഹിച്ചു. N നസീർ, K ഗോപാലകൃഷ്ണപിള്ള, M ഷാനവാസ്, ഹാരിസ്, കിരൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ARK നിഷാദ് സ്വാഗതവും അജിത്ത് നന്ദിയും പറഞ്ഞു. പ്രവാസികളോട് കേന്ദ്രം എന്നും അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസി സമൂഹം ഏത് രാജ്യത്തായാലും വ്യക്തമായ നിയമപരിരക്ഷയില്ലാതെ, ഒരു കുടിയേറ്റ നിയമമില്ലാതെ സംരക്ഷിക്കുവാൻ ഭരണകർത്താക്കളില്ലാത്ത ഒരു വിഭാഗം ജനമായി മാറിക്കൊണ്ടിരിക്കും. ഈ പ്രവാസികളെ കൊണ്ടാണ് നാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. നിർമ്മാണ മേഖലകളായാലും വ്യവസായ മേഖലകളായാലും അനുബന്ധമായ എല്ലാ മേഖലകളും ഈ പ്രവാസി സമൂഹത്തിന്റെ ഒരൊറ്റ കരുത്തിന്മേലാണ് ഇന്ന് കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. CDNet ന്യൂസ്, കൃഷ്ണപുരം. കരിമണൽ ഖനനത്തിനെതിരെ തോട്ടപ്പള്ളിയിൽ നടന്ന കടലമ്മയ്ക്കൊരു പൊങ്കാല സമരപരിപാടിയിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം AIDYO സംസ്ഥാന പ്രസിഡന്റ് NK വിജു ഉദ്ഘാടനം ചെയ്തു. കരിമണൽ ഖനനത്തിനെതിരെ തോട്ടപ്പള്ളിയിൽ നടന്ന കടലമ്മയ്ക്കൊരു പൊങ്കാല എന്ന സമരപരിപാടിയിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം AIDYO സംസ്ഥാന പ്രസിഡന്റ് NK ബിജു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി കൺവീനർ S സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃക്കുന്നപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുധിലാൽ തൃക്കുന്നപ്പുഴ, മാഗ്ലിൻ ഫിലോമിന, നാസർ ആറാട്ടുപുഴ, B ഭദ്രൻ, KP സുബൈദ, സുരാജ്, ഹാരിസ് പല്ലന തുടങ്ങിയവർ സംസാരിച്ചു. 2 സമരപന്തലുകളിലും സമരം തുടരുകയാണ്. ഹരിപ്പാട്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ KPCCയുടെ നിർദ്ദേശപ്രകാരം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സൈക്കിൾ റാലി ഏവൂരിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് വേലഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ KPCCയുടെ നിർദ്ദേശപ്രകാരം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. എരിവ ചെങ്കിലാത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി ഏവൂരിലാണ് സമാപിച്ചത്. സമാപന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് വേലഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഞങ്ങൾ ടാക്സ് ചുമത്തുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുക. ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എപ്പോഴൊക്കെ ഡീസലിനും പെട്രോളിനും വില കൂടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന്മേൽ കേരള ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് ഒഴിവാക്കിയിരുന്നത് കേരളത്തിലെ ജനങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ചേട്ടൻ മാവായും അരയം മാവായും ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ ഭരണം ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഏവൂർ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആമ്പക്കാട് സുരേഷ് ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. യോഗത്തിൽ MG മോഹൻകുമാർ, CP തോമസ്, കിരൺ പത്തിയൂർ, ശ്രീജിത്ത് ഏവൂർ, ദീപക് എരുവ, ആദർശ് മഠത്തിൽ, ഗിരീഷ് വേണാട്, രാകേഷ് പത്തിയൂർ, വിശാൽ, അരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. വൈദ്യുത നിയമ ഭേദഗതിക്കെതിരെ NCCO EEOയുടെ നേതൃത്വത്തിൽ മുതുകുളം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് സമരം നടത്തി. CPM മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാനി ഉദ്ഘാടനം ചെയ്തു. KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU, KSCB വർക്കേഴ്സ് ഫെഡറേഷൻ AITUC, KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ, ഓഫീസേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകൾ വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെ NCCOOEEയുടെ നേതൃത്വത്തിൽ മുതുകുളം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് സമരം നടത്തി. CPM മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാനി സമരം ഉദ്ഘാടനം ചെയ്തു. വിക്രമൻ നായർ, യേശുദാസ്, ചന്ദ്രബാബു, അരവിന്ദ്, സർജീഷ്, ഷൈനി, രാജശേഖരൻ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. മേഖലകൾ ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുവാനുള്ള വ്യഗ്രതയിൽ കേന്ദ്ര ഗവൺമെന്റും ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ട ബാധ്യത വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളെന്ന നിലയിൽ നമ്മളിലും വന്നു ചേരുകയാണ്. വൈദ്യുതി മേഖലയിൽ സ്വകാര്യവൽക്കരണം പൂർണ്ണതോതിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ മുന്നേ നമ്മൾ ഒരുപാട് സമര പരിപാടികൾ ഈ പോർമുഖം തുറന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. CD നെറ്റ് ന്യൂസ് മുതുകുളം. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന MA അലിയാർ അനുസ്മരണം നടത്തി. ബ്ലോക്ക് സെമിനാർ ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് U പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന MA അലിയാരുടെ അനുസ്മരണം നടത്തി. ബ്ലോക്ക് സെമിനാർ ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് U പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. സംഭവിച്ചു എന്നുള്ളതാണ് ആ റിയാലിറ്റി. അലിയാസോട്ട് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള റിയാലിറ്റി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കുറേയൊക്കെ സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ കായംകുളത്തേക്ക് വരുന്നതിന് മുമ്പാണ് അലിയാസോട്ട് ആദ്യം ഭയങ്കരമായൊരു സ്നേഹം വന്നു കഴിഞ്ഞ് പിന്നെ പരിചയപ്പെട്ട് വന്ന ഓരോ ദിവസങ്ങളാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു വലിയ അടുപ്പമുണ്ടാകുന്ന ഒരു സംഗതി എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ എപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാതെ ഞങ്ങൾ തമ്മിൽ അവിടെ യാത്ര പറയാറുണ്ടായിരുന്നു. ഏത് സിറ്റുവേഷനാണ് ഞാൻ അതുപോലെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് അലിയാസ് അവർ നമ്മളുമായിട്ട് അന്ന് ഹൃദയപരമായ ബന്ധം ഉണ്ടായിരുന്നില്ല. അലിയാസ് അവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. A ശോഭ, KG സന്തോഷ്, അഡ്വക്കേറ്റ് ബിപിൻ C ബാബു, KV ജ്യോതിപ്രഭ, S പവനനാഥൻ, MK വേണുകുമാർ, M ജനൂഷ, ഓച്ചിറ ചന്ദ്രൻ, U അനൂഷ്യ, K അജിത, M ശിവപ്രസാദ്, മണി വിശ്വനാഥ്, ശ്രീജി പ്രകാശ്, വയലിൽ നൌഷാദ്, സുനിൽ കൊപ്പാറേത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S ലിജുമോൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CD നെറ്റ് ന്യൂസ് കായംകുളം. ഇനിയൊരിടവേള. ഡെലിവറി ഡേറ്റ് പറഞ്ഞോ? അടുത്ത ആഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. മോനെ,
ഇന്ന് തന്നെ എന്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്റെ പേരക്കുട്ടിയെ കൺകുളിർക്കെ എനിക്കൊന്ന് കാണണം. ശരി അമ്മേ. കാഴ്ചയുടെ വസന്തമൊരുക്കി അനുഗ്രഹ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളായ കോൾസീസ്, എസ്ലോർ, കൊഡാക് തുടങ്ങിയ മികച്ച ലെൻസുകളും ആകർഷകങ്ങളായ ഫ്രെയിമുകളും കോണ്ടാക്ട് ലെൻസുകളുടെയും സൺഗ്ലാസുകളുടെയും മികച്ച കളക്ഷനുമായി അനുഗ്രഹ നിങ്ങളോടൊപ്പം. അനുഗ്രഹ ഒപ്റ്റിക്കൽസ്, താലൂക്ക് ആശുപത്രി, കിഴക്കുവശം, കായംകുളം. രവീസ് ഒരുക്കിയിരിക്കുന്നു യൂണിയൻ ബാങ്ക്, പുതിയിടം, കായംകുളം. MF ഫുഡ് പ്രോഡക്ട്സ് കൃത്രിമ ചേരുവകളോ കളറോ ചേരാതെ 100% പരിശുദ്ധമായി അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടെ തയ്യാറാക്കപ്പെടുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു നൽകുന്നു. അരി തവിട് കളയാതെ 6 മണിക്കൂർ കുതിർത്ത് പൊടിച്ചു വറുത്ത പോഷക സമൃദ്ധമായ നാടൻ അരിപ്പൊടി, കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, അയ്യാറട്ട് അരിപ്പൊടി, അവലൂസ് പൊടി, വറുത്തറവ എന്നിവ കടകൾക്കും വീട്ടാവശ്യത്തിനുമായി ഹോൾസെയിലായും റീറ്റെയിലായും എത്തിച്ചു നൽകുന്നു. MF ഫുഡ് പ്രോഡക്ട്സ് കൺസ്യൂമർ ഫെഡ്, ത്രിവേണി സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. MF ഫുഡ് പ്രോഡക്ട്സ് ഒരു കുടുംബശ്രീ സംരംഭം. നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഐ ലെൻസ്. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സുജ എബ്രഹാമിന്റെ സേവനം എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ സമയം ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ കണ്ണടകൾ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും രക്ഷ നേടാനുള്ള പവറോടുകൂടിയ നൈറ്റ് ഡ്രൈവ് എക്സലൻസുകളും ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളായ കൊഡാക് ലെൻസ്, സെയ്സ്, ക്രിസൽ UV, എസിലെർ, റൈബാൻ, ഫാസ്റ്റ് ട്രാക്ക് സൺഗ്ലാസ്, ഗ്യാരണ്ടി ഗോൾഡൻ ഫ്രെയിംസ്, സ്ക്രാച്ച് വീഴാത്ത പ്രോഗ്രസീവ് ലെൻസുകൾ എന്നിവയും ഐ ലെൻസിൽ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കാഴ്ച പരിശോധനാ സർട്ടിഫിക്കറ്റുകളും നൽകുന്നു. കൂടാതെ എല്ലാവിധ വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും സെയിൽസ് ആൻഡ് റിപ്പയർ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി മുതൽ തെളിമയാർന്ന കാഴ്ചകളുടെ ദിനങ്ങളാകട്ടെ. കണ്ണുകളുടെ സംരക്ഷണത്തിന് എന്നും ഐ ലെൻസ് ഓപ്റ്റിക് സെന്റർ ആൻഡ് ഐ ക്ലിനിക്, ലിങ്ക് റോഡ്, കായംകുളം. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം പുതുപ്പള്ളിയിൽ പുതുതായി യൂണിറ്റ് സ്ഥാപിച്ചു. 100-ലധികം വ്യാപാരികൾക്ക് അംഗത്വം നൽകി. വ്യാപാരികൾക്കായുള്ള വാക്സിനേഷന് മുൻഗണന നൽകുവാനായി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകുവാനും ആദ്യ യോഗം തീരുമാനിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം പുതുപ്പള്ളിയിൽ പുതിയതായി യൂണിറ്റ് സ്ഥാപിച്ചു. 100-ലധികം വ്യാപാരികൾക്ക് അംഗത്വം നൽകുകയും ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കായംകുളം നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ യൂണിറ്റും കൂടി രൂപീകരിച്ചിരിക്കുകയാണ്. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവലാണ്. യുവാക്കളുടെ ഒരു നിര തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതെങ്ങനെ കച്ചവടം ചെയ്യണമെന്ന്, ആ കച്ചവടം ചെയ്യണമെങ്കിൽ സംഘടനയുടെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടണം. അത് യുവതലമുറയ്ക്ക് ബോധ്യപ്പെടണം. നമ്മൾ വിദ്യാഭ്യാസം ചെയ്താൽ ഗവൺമെന്റ് ജോലിയല്ലായിരുന്നു മുൻപ്. വിദ്യാഭ്യാസം ചെയ്താലേ കച്ചവടം ചെയ്യാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് വന്ന് പറയുന്ന കാര്യം അവൻ എഴുതുന്ന എന്താണെന്ന് വായിച്ചു നോക്കി ഒപ്പിടാന്ന ഒരു തലമുറയാണ് അടുത്ത് വരാൻ പോകുന്നത്. മുൻപ് ഞാനോ ബാബുചേട്ടനോ അങ്ങനെയല്ല, ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് FIR എഴുതിയാൽ അതിന്റെ പുറത്ത് താഴെ ഒപ്പിട്ട് കൊടുക്കുന്ന പണിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത തലമുറ കച്ചവടം ചെയ്യണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം. രക്ഷാധികാരിയായി സോമരാജൻ, പ്രസിഡന്റായി ധനേഷ് കൃഷ്ണ, ജനറൽ സെക്രട്ടറിയായി വിപിൻ K. വാസവൻ, ട്രഷററായി തങ്കച്ചൻ ചക്കാലത്തറയിൽ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. രഞ്ജിത്ത്, രാഹുൽ, സുജിത്ത്, സുനിൽ, അശ്വതി, അഷ്റഫ് എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. 10 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു. വ്യാപാരികൾക്കായുള്ള വാക്സിനേഷന് മുൻഗണന നൽകാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകുവാൻ ആദ്യ യോഗം തീരുമാനിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഷെരീഫ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽ സബാദ്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി B. ഭദ്രകുമാർ, വൈസ് പ്രസിഡന്റ് മധു VK എന്നിവർ മുഖ്യ നിരീക്ഷകരായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ 10ാമത്തെ യൂണിറ്റാണ് ഇന്ന് പുതുപ്പള്ളിയിൽ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഏകദേശം 100-ലധികം വ്യാപാരികളുള്ള ഈ പുതുപ്പള്ളി പ്രദേശത്ത് വളരെയധികം സെക്ടർ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ പുതുപ്പള്ളി ഏരിയയിൽ വളരെയധികം പീഡനങ്ങളാണ് വ്യാപാരികൾക്ക് കഴിഞ്ഞ കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്തുവാൻ വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ അംഗത്വം എടുത്തുകൊണ്ട് CD നെറ്റ് ന്യൂസ് കായംകുളം.
ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ്-19 മൂലം ദുരിതമനുഭവിക്കുന്ന കായംകുളം മേഖലയിൽ സേവനം ചെയ്യുന്ന ഇമാമുമാർ, മദ്രസ അധ്യാപകർ തുടങ്ങിയവർക്ക് 5ാം ഘട്ട ഭക്ഷ്യധാന്യ വിതരണമാണ് നടത്തിയത്. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ്-19 മൂലം ദുരിതമനുഭവിക്കുന്ന കായംകുളം മേഖലയിലെ ഇമാമുമാർ, മദ്രസ അധ്യാപകർ തുടങ്ങിയവർക്ക് 5ാം ഘട്ട ഭക്ഷ്യധാന്യ വിതരണമാണ് നടത്തിയത്. മദ്രസ അധ്യാപകരായ മുഅല്ലിമീങ്ങൾക്ക് ഒരു ചെറിയ കൈത്താങ്ങ് നൽകാൻ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ കായംകുളം മേഖലയ്ക്ക് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. പല ഉസ്താദമാരും വലിയ പ്രതിസന്ധി നേരിട്ട ഈ സാഹചര്യത്തിൽ അവർക്ക് വലിയ ആശ്വാസം അല്ല എങ്കിലും ഒരു കുടുംബത്തിന് ഖൈറായ നിലയിൽ സന്തോഷത്തോടുകൂടി ഭക്ഷണ വിഷയത്തിൽ ഒരു വലിയ സഹായം ചെയ്യാൻ മേഖലയ്ക്ക് കഴിഞ്ഞു. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി നാസറുദ്ദീൻ മന്നാനിക്ക് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മളുടെ അഭ്യുതകാംക്ഷികളാകുന്ന നല്ലവരാകുന്ന നാട്ടുകാരിൽ നിന്നുമുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ജോലി നഷ്ടപ്പെട്ടവരും അതേപോലെ ഭാഗികമായി ജോലിയില്ലാത്തവരുമൊക്കെയായ മുഅല്ലിമീങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഈ പെരുന്നാൾ ലോകമെമ്പാടും സന്തോഷത്തിൽ ആഘോഷിക്കുമ്പോൾ അൽഹംദുലില്ലാ മുഅല്ലിമീങ്ങളും ജനങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആ ആലിമീങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളുമെല്ലാം അല്പം ആശ്വാസമാകട്ടെ എന്ന വിധത്തിൽ പരിശ്രമിച്ച മേഖലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അസീസ് ബക്കാവി, പ്രൊഫസർ സ്വാലിഹ് മൗലവി, മഹമ്മൂദ് മൗലവി, OU അൻവർ മൗലവി, സിദ്ദിഖ് മൗലവി, അബ്ദുൽ കബീർ അദിഇ, അനീർ മൗലവി, സത്താർ അസ്ലമി, അമീർ മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. ധാരാളം മദ്രസ അധ്യാപകർക്ക് ശമ്പളം തന്നെ കിട്ടുന്നില്ല, കുറച്ചാളുകൾക്ക് ഭാഗികമായി കിട്ടുന്നു. ഇങ്ങനെ സാമ്പത്തികമായി ദുരിതമനുഭവിക്കുമ്പോൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ തീരുമാനമനുസരിച്ച് ഓരോ മേഖലകളിലുമുള്ള അധ്യാപകർക്ക് അവർക്ക് ഭക്ഷ്യദാന കിറ്റുകൾ വിതരണം ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം മേഖല ഇൻഷാ അല്ലാഹ് ഇത് 5ാം പ്രാവശ്യമാണ്. കായംകുളം കൊയ്പ്പള്ളി കാരന്മ ഹൈസ്കൂളിലെ 1992 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ആത്മയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് തുടക്കമായി. ആത്മ പ്രസിഡന്റ് സാം ജഹാൻ അധ്യാപികയായിരുന്ന ശാന്തമ്മയ്ക്ക് വിത്ത് നൽകി ഉദ്ഘാടനം ചെയ്തു. കായംകുളം കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിലെ 1992 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ കൂട്ടായ്മയായ ആത്മയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ആത്മയുടെ അംഗങ്ങളുടെ വീട്ടിൽ തന്നെ ഈ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ മാതൃകയാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് ജൈവ പച്ചക്കറി, വിഷമാലിന്യമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഒരു പച്ചക്കറിയുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളുടെ ആത്മയുടെ അംഗങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഒരു പദ്ധതിയാണിത്. പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന നിലയിൽ പച്ചക്കറി വിത്തിന്റെ വിതരണോദ്ഘാടനം ആത്മ പ്രസിഡന്റ് സാം ജഹാൻ നിർവഹിച്ചു. അധ്യാപിക ശാന്തമ്മ വിത്ത് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ആത്മയുടെ ജനറൽ സെക്രട്ടറി മോഹൻ പുന്തിലത്ത്, ആത്മ അംഗങ്ങളായ ബിനു ധർമ്മരാജൻ, സജി, നവാസ്, ബീന, ആശ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കൂട്ടായ്മ ആത്മ എന്ന പേരിൽ വളരെ സജീവമായിട്ട് ഏതാണ്ട് 5 വർഷക്കാലമായി നടന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മയിലെ ഒരു തണൽ വളരെ ജീവകാരുണ്യ പ്രവർത്തനം പ്രധാനമായിട്ടും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതേപോലെ രോഗങ്ങളുള്ളവർക്കുമൊക്കെ ആത്മീയയിലെ 85 വരുന്ന ആത്മീയ അംഗങ്ങളുടെ സജീവമായ സഹകരണം അവർക്കൊക്കെ വലിയൊരു തണലിൻ്റെ ആക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കായംകുളം. മനുഷ്യാവകാശ പ്രവർത്തകനായ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് AIYF പത്തിയൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഭഗവതിപ്പടിയിലായിരുന്നു പരിപാടി നടത്തിയത്.
AIYF പത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ഭഗവതിപ്പടി ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് അമൽരാജ് അധ്യക്ഷത വഹിച്ച യോഗം പത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം SN ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം നേതാക്കളായ ആദർശ്, വാണി വിശ്വനാഥ്, ഉണ്ണികൃഷ്ണൻ, സുഭാഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ആനന്ദൻ, CPI കായംകുളം ടൗൺ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പവിത്രമായ ജീവിതത്തെ പങ്കിലമാക്കിയ നിശംസതയുടെ നരാധന്മാർക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ഈ കോവിഡ് മഹാവിപത്തിന്റെ ഈ വെല്ലുവിളി നിലനിൽക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ ബക്രീദുമായി ബന്ധപ്പെട്ട് കോവിഡ് ലോക്ക്ഡൌണിന് സർക്കാർ ഏർപ്പെടുത്തിയ ഇളവുകൾ ദുരുപയോഗം ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കോവിഡ് നിയന്ത്രണ ഇളവ് വ്യാപാരികളും പൊതുജനങ്ങളും ജാഗ്രതയോടെ ഉപയോഗിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി G ജയദേവ് അറിയിച്ചു. ബക്രീദുമായി ബന്ധപ്പെട്ട് കോവിഡ് ലോക്ക്ഡൌണിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇളവുകൾ ദുരുപയോഗം ചെയ്താൽ നടപടിയുണ്ടാകും. കോവിഡ് നിയന്ത്രണ ഇളവ് വ്യാപാരികളും പൊതുജനങ്ങളും ജാഗ്രതയോടെ ഉപയോഗിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി G ജയദേവ് അറിയിച്ചു. D വിഭാഗത്തിലുള്ള പ്രദേശങ്ങളിൽ ബക്രീദ് പ്രമാണിച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തിങ്കളാഴ്ച കടകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഷോപ്പുകളും ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്പുകളും വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകളും കാറ്റഗറി A-B പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. A-B വിഭാഗങ്ങളിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ മറ്റ് കടകൾ തുറക്കാൻ അനുമതിയുള്ള ദിവസങ്ങളിൽ ബ്യൂട്ടി പാർലറും ബാർബർ ഷോപ്പുകളും 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തവർക്കായി തുറക്കാം. വിശേഷ ദിവസങ്ങളിൽ ആരാധനാലയങ്ങളിൽ 40 പേർക്ക് വരെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നിയന്ത്രണങ്ങൾ ലംഘിച്ച 163 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. 41 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 19 പേരെ അറസ്റ്റ് ചെയ്തു. CDNet ന്യൂസ് കായംകുളം. ജില്ലയിൽ തിങ്കളാഴ്ച 613 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 605 പേർ രോഗമുക്തരായി. 10.61% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 602 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 11 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആകെ 2,44,006 പേർ രോഗമുക്തരായി. 9,191 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശരിയായി മൂക്കും വായും മൂടുന്ന വിധം മാസ്ക് ധരിച്ച് കൈകൾ അണുമുക്തമാക്കി അകലം പാലിക്കണമെന്നും കോവിഡിനെതിരെയുള്ള പ്രതിരോധ പാഠങ്ങൾ ജാഗ്രത കൈവിടാതെ പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശരിയായ രീതിയിൽ മൂക്കും വായും മൂടുന്ന വിധം മാസ്ക് ധരിക്കുകയും കൈകൾ അണുവിമുക്തമാക്കി അകലം പാലിക്കുകയും വേണം. വ്യക്തിഗത ജാഗ്രത ഉറപ്പാക്കണം. ആൾക്കൂട്ടത്തിൽപ്പെടാതെ സ്വയം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണമെന്നും DMO പറഞ്ഞു. ചെറിയ അശ്രദ്ധ പോലും രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടാനും മരണനിരക്ക് വർദ്ധിപ്പിക്കാനും കാരണമാകും. വാക്സിൻ സ്വീകരിച്ചാലും മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതലുകൾ വീഴ്ച വരുത്താതെ തുടരണം. 2 ഡോസ് വാക്സിൻ എടുത്തതുകൊണ്ട് മാത്രം കോവിഡിനെതിരെ പൂർണ്ണമായും പ്രതിരോധം ഉണ്ടാകുന്നില്ല എന്നും DMO പറഞ്ഞു. രോഗം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും രോഗം പിടിപെട്ടാൽ രോഗതീവ്രത കുറഞ്ഞു കിട്ടാനും വാക്സിൻ സഹായിക്കും. കോവിഡിനെതിരെയുള്ള പ്രതിരോധ പാഠങ്ങൾ ജാഗ്രത കൈവിടാതെ ജില്ലയിൽ നടപ്പാക്കണമെന്നും DMO അറിയിച്ചു. CDNet ന്യൂസ് കായംകുളം. പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സ്നേഹഗാഥ സ്ത്രീ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സ്നേഹഗാഥ സ്ത്രീ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി വെബിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികൾക്ക് ധനം കൊടുക്കണ്ട എന്ന് ചോദിച്ചാൽ അവർ ജീവിക്കട്ടെ, അവർ സന്തോഷകരമായി ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ, അവർ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിച്ച് മുന്നേറുമ്പോൾ അവർക്ക് സഹായിക്കാനുള്ള അവസരങ്ങൾ രക്ഷകർത്താക്കൾക്ക് വന്നു വീഴും. ഒരുപക്ഷെ അവരൊരു വീട് വെക്കുമ്പോഴോ അല്ലെ തൻ്റെ മക്കൾക്ക് പഠിപ്പിക്കുവാൻ ഒരു നല്ല പാഠ്യമേഖലയിലേക്ക് പോകുമ്പോഴൊക്കെ അവർക്ക് സാമ്പത്തികം വേണ്ടി വരും. ആ സമയത്തൊക്കെ അവരെ സഹായിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ മധ്യ കേരളത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ വടക്കൻ ജില്ലകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളില്ല. അവിടെ ഈ ഒരു വിലപേശലില്ല. ഇത് ഇവിടെയാണ് ഈ മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലപേശൽ വരുന്നത്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങളും ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഡിജിറ്റൽ മാധ്യമത്തിൽ പഠിക്കുന്ന, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന കുട്ടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. കുടുംബങ്ങളിൽ തന്നെ സ്ത്രീ പുരുഷ സമത്വം പുലരേണ്ടതിന്റെ ആവശ്യകതയും ലിംഗസമത്വത്തിന്റെ ആനുകാലിക പ്രാധാന്യവും ഉദ്ഘാടക സൂചിപ്പിച്ചു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് E കൃഷ്ണകുമാരി പിള്ള അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് D ലില്ലി വിഷയം അവതരിപ്പിച്ചു. നേതൃസമിതി കൺവീനർ M രാജഗോപാൽ,
എം ശ്രീലേഖ, എൽ രാജലക്ഷ്മി, എസ് രാജേഷ്, എസ് സുരേഷ് കുമാർ, കെ എസ് ഷെല്ലി, വി അനിൽബോസ് തുടങ്ങിയവർ സംസാരിച്ചു. CDN ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം നഗരസഭയിൽ UDF കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കുന്നതിലും നഗരസഭയിലെ ഭരണ നേതൃത്വത്തിന്റെ അഴിമതിയിലും പ്രതിഷേധം. രണ്ടാം ദിവസവും UDF സമരം നടത്തി. കായംകുളം നഗരസഭയിൽ നടന്ന മരമുറി അഴിമതിക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് M. ലിജു. നഗരസഭയിലെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ലിജു. പെരുന്നാൾ കാലത്തെ ലോക്ഡൌൺ ഇളവ് ദുരുപയോഗം ചെയ്താൽ കർശന നടപടി. നിയന്ത്രണ ഇളവ് വ്യാപാരികളും പൊതുജനങ്ങളും ജാഗ്രതയോടെ ഉപയോഗിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി. ജില്ലയിൽ തിങ്കളാഴ്ച 613 പേർക്ക് കോവിഡ്, 605 പേർ രോഗമുക്തരായി. രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.